ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ മഴയുള്ള ഒരു ദിവസമാണ്, കറണ്ടില്ല. ഉച്ചയായപ്പോഴേക്കും കറണ്ട് വന്നിട്ടുണ്ട്. രാവിലെ മുതൽ രാത്രി വരെയുള്ള വ്ളോഗാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. പിന്നെ കാര്യമായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ മഴേൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കും. അത് എൻ്റെ മാക്സിമം ഞാൻ നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ വീഡിയോ കണ്ടിട്ട് പറയാം. എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് പൊതുവേ ഇഷ്ടമാണ്. അപ്പം നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി, ഞാൻ നല്ല ഭംഗിയിൽ എടുത്തെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. ഇനി പിന്നെ ആ ഒരു ചാൻസ് കിട്ടിയപ്പോൾ മോളും നല്ലോണം കുളിച്ച് അവളെ പിടിച്ച് വലിച്ച് ഉള്ളിലാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനും നല്ലോണം നനഞ്ഞ്. പിന്നെ കുറച്ച് മഴയൊക്കെ കുറേ നാൾ കൂടുമ്പോൾ നനയുന്നത് നല്ലൊരു രസമല്ലേ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി. ഇതിപ്പം ഇതിൻ്റെ ഈ പക്ഷീൻ്റെ കുഞ്ഞുങ്ങൾ ഏകദേശം പറക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനെ കൂട്ടിയിട്ട് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. ആ പക്ഷികൾ ഇങ്ങനെ അച്ഛനും അമ്മയും ഇങ്ങനെ വന്നുകൊണ്ടും പോയിക്കൊണ്ടുണ്ട്. പിന്നെ മഴയൊക്കെ ആകുമ്പോൾ അതിന് ഒരു പേടി ഉണ്ടാവില്ല, അതിൻ്റെ കുഞ്ഞ് സുരക്ഷിതമാണെന്ന്. അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് വരുന്നവർക്കും ഇടയ്ക്കിടെ വന്നു പോകുന്നുണ്ട് അതിന്. അങ്ങനെ നമ്മൾ രാവിലത്തെ മഴയത്തുള്ള കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ച്. ലേറ്റ് ആയിട്ടുണ്ടായിന്, ബ്രേക്ക്ഫാസ്റ്റും ലേറ്റ് ആയിട്ടുണ്ടായിന്. മൊത്തത്തിലെല്ലാം ലേറ്റാണ്. ഇനി പിന്നെ കുറച്ച് സമയം ബുക്ക് വായിക്കാൻ വിചാരിച്ചു. കറണ്ട് ഇല്ല, വൈഫൈ ഇല്ല, ഒന്നും ഇല്ലാണ്ട് നിൽക്കുമ്പം ഇങ്ങനെ ബുക്സ് അന്നേരമാണെന്നൊരു ഫ്രീ ആയിട്ട് നമുക്ക് ബുക്സൊക്കെ വായിക്കാൻ കുറേ ടൈമുള്ള പോലെ ഫീൽ ചെയ്യാം. അപ്പം കുറേ നാളായിട്ട് വായിക്കണം എന്ന് വിചാരിച്ച ബുക്കിനും അതൊക്കെ വായിച്ചിരുന്ന് ഫുള്ളാക്കിയിട്ടില്ല. എന്നിട്ടും ഒരു ഹാഫ് ആയിട്ടുണ്ട്. ഇനി ബാക്കി വായിക്കാനുണ്ട് അത്ര. ഇനിയിപ്പം ഉച്ചയ്ക്ക് ഞാൻ ലഞ്ചൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് അത് ഷൂട്ട് ചെയ്തിട്ടുമില്ല. ഓൾറെഡി ഉണ്ടായ കുറച്ച് ചോറ്, പരിപ്പ് കറി, പപ്പടം, അങ്ങനെയുള്ള സിമ്പിൾ ലഞ്ചേനു. അത് കഴിഞ്ഞപ്പം അങ്ങനെ ഒരു സ്വീറ്റ് ക്രേവിങ്സ് തോന്നിയപ്പം ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ ആ ഒരു രസ്മലായി അന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് ഷോർട്സിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അതൊന്നും കൂടി ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അന്ന് ഇത്ര വലിയ ബോൾസ് ആയിട്ടുണ്ടില്ല. ഇത് ഇപ്പം അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിന്. ഞാൻ മൈദേൻ്റെ അളവ് നന്നേ നല്ലോണം കുറച്ച് വെച്ചാൽ 1/4 സ്പൂണേ ഞാൻ ഇട്ടിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പം അടിപൊളിയായിട്ട് രസ്മലായി റെഡി ആയിട്ടുണ്ടായിന്. പിന്നെ ഈവനിങ് കുളി കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞ് കുറേ ഫോണൊക്കെ സ്ക്രോൾ ചെയ്തിരുന്ന്. ഇപ്പം ഇതാ ഈവനിങ്ങും കഴിഞ്ഞ് മഗ്‌രിബാവാനായിട്ടുണ്ട്. ഇപ്പം ഞാൻ ലഞ്ച് റെഡിയാക്കിയാണ്. നമ്മൾ ഈവനിങ് ചായ കുടി അങ്ങനെ കടി അങ്ങനെയൊന്നും ആക്കലില്ല. അപ്പം അങ്ങനെ ആക്കാതുകൊണ്ട് തന്നെ വേഗം നൈറ്റ് ഡിന്നർ റെഡിയാക്കും. ഒരു 5:30-6 മണിയാകുമ്പോഴത്തേക്കും. ഈവനിങ് സ്നാക്ക് ആക്കുന്ന ദിവസമാണെങ്കിൽ ഡിന്നർ ലേറ്റ് ആവും. അപ്പോൾ ഇന്ന് നല്ല വിശപ്പുണ്ട്. ഈവനിങ് സ്നാക്സ് വേറെ ഡിന്നർ വേറെ ആക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നല്ല ഗീ റൈസും ചിക്കൻ റോസ്റ്റും ഉണ്ടാക്കാൻ വിചാരിച്ച്. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. വിശന്നുകൊണ്ട് കഴിച്ചുകൊണ്ടാണോ മഴ ഉണ്ടായോണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിന്. ലാസ്റ്റ് ഞാൻ എൻ്റെ മോളെ കൊണ്ട് ഫീഡ്ബാക്ക് പറയിക്കുന്നുണ്ട്. അവളെന്നെ ഇങ്ങോട്ട് പറഞ്ഞ ഫീഡ്ബാക്കാണ് കേട്ടോ, പറഞ്ഞ് ചെയ്യിപ്പിച്ചതല്ല. ഇനി നല്ല എന്താ പറയുക, കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന പൊരിച്ച കോഴി ബിരിയാണിയില്ല, അതിൻ്റെയൊക്കെ ഒരു അനിയൻ ആയിട്ട് വരും. അത്ര ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നു. അപ്പം അത്ര തന്നെ രാത്രി നല്ല അടിപൊളിയായിട്ട് ഈ ഗീ റൈസ് ഇതൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റുള്ളൊരു ഡിന്നർ കഴിക്കുമ്പോൾ വറുത്തന്നെ ഹാപ്പിനെസ്സില്ല, അതൊക്കെ ഉണ്ടായിന്. അതൊക്കെ കഴിഞ്ഞ് രാത്രിയായി. അപ്പം അത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ മുന്നിലത്തെ വീഡിയോയിലൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.